ഹെർക്കുലീസ്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അളവിൽ കവിഞ്ഞ ശക്തിയൊക്കെ ആയിട്ടാണ്, അല്ലെങ്കിൽ കായബലമൊക്കെ ആയിട്ടാണ് നമ്മൾ റിലേറ്റ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഗ്രീക്ക് മിത്തോളജിയിലുള്ള അത്ര കഥകൾ എടുത്തു വെച്ചാലും ഹെർക്കുലീസോളം മാസ് കാണിച്ചിട്ടുള്ള ആളുകൾ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്നും പല ആളുകൾക്കും ഹെർക്കുലീസിൻ്റെ കഥകൾ ആവർത്തിച്ച് കേൾക്കാൻ താല്പര്യവുമുണ്ട്. എന്തിനേറെ പറയണം, ഈ കാലഘട്ടത്തിൽ പോലും ഹെർക്കുലീസിനെ ബേസ് ചെയ്ത് നിങ്ങൾക്കറിയാവുന്ന പല കഥാപാത്രങ്ങളെയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഗ്രീസിൻ്റെ മസ്കുലാർ ലെജൻഡായ ഹെർക്കുലീസിനെ കുറിച്ചാണ്. നമുക്ക് കേട്ടു നോക്കാം. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. ഗ്രീസിൽ ഒരുപാട് യുദ്ധങ്ങളും ഭീകരസത്വങ്ങളും നിറഞ്ഞു നിന്നിരുന്ന കാലഘട്ടം. പൂർണ്ണമായും തമ്മിത്തല്ലും ബഹളവുമായിട്ട് ഗ്രീസ് ഡിവൈഡായിരുന്ന ആ സമയത്ത് മൗണ്ട് ഒളിമ്പസിൽ താമസിച്ചിരുന്ന ദൈവങ്ങൾക്ക് പോലും, ഗ്രീക്ക് മിത്തോളജിയിലെ ദൈവങ്ങൾക്ക് പോലും വളരെ ദുഃഖം തോന്നിയിരുന്നു. കാരണം ഗ്രീസിൻ്റെ സമാധാനം പൂർണ്ണമായും കൈവിട്ടു പോയേക്കുന്നത് പോലെയാണ്. അന്ന് ഗ്രീക്ക് മിത്തോളജിയിലെ ദൈവങ്ങളുടെ രാജാവായ സ്യൂസ് തീരുമാനിക്കുകയാണ് ഒരു ഹീറോ അവതരിക്കേണ്ട സമയമായിരിക്കുന്നു. അതികായനായ ഒരു ഹീറോ, ഗ്രീക്കിനെ യൂണിഫൈ ചെയ്യാൻ കെൽപ്പുള്ള ഒരു ഹീറോ അവൻ അവതരിക്കേണ്ട സമയമായി. അതും പേർസിയസ് എന്ന് പറയുന്ന ഗ്രീക്ക് ഹീറോ, സ്യൂസിൻ്റെ മകനും അതുപോലെ തന്നെ പേർസിഡ് രാജവംശത്തിൻ്റെ സ്ഥാപകനുമായ ഗ്രീക്ക് ഹീറോ പേർസിയസ്. നമ്മുടെ ക്ലാഷ് ഓഫ് ദ ടൈറ്റൻസ് ഫിലിമില്ലേ, ആ ഫിലിമിലെ പ്രധാന കഥാപാത്രം പേർസിയസ് ആണ്. ആ പേർസിയസിൻ്റെ ലീനിയേജിൽ സ്യൂസിൻ്റെ മകനായിട്ട് ഒരു ഹീറോ ജനിക്കണം. അങ്ങനെ സ്യൂസ് എന്ത് ചെയ്തെന്നറിയോ, പേർസിയസിൻ്റെ ലീനിയേജിൽ തന്നെയുള്ള ആൽക്കമിനി എന്ന സ്ത്രീയെ തിരഞ്ഞെടുത്തു. ആ സ്ത്രീയുടെ ഭർത്താവിൻ്റെ പേര് ആംഫിട്രിയോൺ എന്നായിരുന്നു. ഈ ആംഫിട്രിയോൺ തീബൻ സൈന്യത്തിൻ്റെ ജനറലായിരുന്നു. ആംഫിട്രിയോൺ വീട്ടിലില്ലാതിരുന്ന സമയത്ത് സ്യൂസ് ആംഫിട്രിയോണിൻ്റെ രൂപത്തിൽ ആൽക്കമീനിയുടെ അടുത്ത് ചെല്ലുകയും ആൽക്കമീനിനെ ഗർഭിണിയാക്കുകയും ചെയ്തു. അങ്ങനെ ആൽക്കമീനി എന്ന മനുഷ്യ സ്ത്രീ പ്രഗ്നൻ്റ് ആവുകയാണ്. അത് സ്യൂസ് എന്ന് പറയുന്ന ദേവൻ്റെ കുഞ്ഞുമാണ്. ഇതേ സമയത്ത് തന്നെ സ്യൂസ് ഒരു വിളംബരം നടത്തുകയുണ്ടായി. അതായത് ഗ്രീസിൻ്റെ അടുത്ത ഏറ്റവും ശക്തനായിട്ടുള്ള രാജാവാകാൻ പോകുന്നത് പേർസിയസിൻ്റെ ലീനിയേജിലുള്ള ഒരു രാജാവായിരിക്കും. അതായത് പേർസിയസിൻ്റെ ലീനിയേജിലുള്ള ഒരു കുട്ടിയായിരിക്കും സ്യൂസ് ഗ്രീസിലെ അടുത്ത ഏറ്റവും ശക്തനായിട്ടുള്ള രാജാവാക്കാൻ പോകുന്നത് എന്ന ഒരു വിളംബരം നടത്തിയായിരുന്നു സ്യൂസ്. ഈ സമയത്ത് ഇതൊട്ടും സഹിക്കാൻ പറ്റാത്ത ഒരാളുണ്ടായിരുന്നു. സ്യൂസ് ദേവൻ്റെ വൈഫും അതുപോലെ തന്നെ ഗ്രീക്ക് മിത്തോളജിയിലെ ദേവതയുമായ ഹെറ. ഹെറയ്ക്ക് സ്യൂസിൻ്റെ അവിഹിതം കൊണ്ട് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നപ്പോഴാണ് സ്യൂസ് ഇതും കൂടെ കാണിച്ചത്. ഇത് ഹെറയ്ക്ക് സഹിക്കാവുന്നതിൻ്റെയും അപ്പുറമായിരുന്നു. അങ്ങനെ ഹെറ തീരുമാനിച്ചു, സ്യൂസിന് ആൽക്കമിനി എന്ന മനുഷ്യസ്ത്രീയിലുണ്ടായ ഈ കുട്ടിയെ ഒരു കാരണവശാലും ഗ്രീസിലെ അടുത്ത ശക്തനായിട്ടുള്ള രാജാവാക്കത്തില്ല. അതിന് ഹെറ എന്ത് ചെയ്തെന്നറിയോ? കാരണം നമ്മുടെ സ്യൂസ് എടുത്തേക്കുന്ന പ്രതിജ്ഞ എന്താണ്? പേർസിയസിൻ്റെ രാജവംശത്തിലുള്ള അടുത്ത കുട്ടി, അതായത് ആദ്യം ജനിക്കുന്ന കുട്ടി ആരാണോ അവനെ ഗ്രീസിൻ്റെ ഏറ്റവും ശക്തനായിട്ടുള്ള രാജാവാക്കും. ഇതേ സമയത്ത് തന്നെ പേർസിയസിൻ്റെ രാജവംശത്തിലുള്ള, അതായത് പേർസിയസിൻ്റെ ആ പരമ്പരയിലുള്ള മറ്റൊരു സ്ത്രീയും കൂടെ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ ഇതിന് ഹെറ ഒരു പരിപാടി ചെയ്തു. ഹെറ മറ്റൊരു ദേവതയുടെ സഹായത്തോടു കൂടി ആൽക്കമീനിയുടെ ഡെലിവറി ഡിലേ ചെയ്തു. എന്നിട്ട് ഇതേ സമയം പേർസിയസിൻ്റെ രാജവംശത്തിലുള്ള മറ്റൊരു സ്ത്രീ പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ, ആ സ്ത്രീയുടെ ഡെലിവറി സ്പീഡപ്പ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എത്രയോ ഫ്രാക്ഷൻ ഓഫ് സമയത്തിനുള്ളിൽ ആൽക്കമീനി പ്രസവിക്കുന്നതിന് മുൻപ് മറ്റേ ആ സ്ത്രീ പ്രസവിച്ചു. അതുകൊണ്ട് തന്നെ ഹെർക്കുലീസ്, അതായത് ഹെർക്കുലീസിന് മുൻപ് ജനിച്ചതുകൊണ്ട് തന്നെ മറ്റേ പയ്യനെ രാജാവാക്കും. ആ പയ്യനാണ് യുറീസ്തിയസ് എന്ന് പറയുന്ന രാജാവ്. ഈ രാജാവ് ഈ കഥയിൽ വളരെ പ്രാധാന്യമുള്ള ഒരാളാണ്. അങ്ങനെ യുറീസ്തിയസ് ജനിച്ചതിന് ശേഷമാണ് ആൽക്കമീനി പ്രസവിക്കുന്നത്. ആൽക്കമീനി പ്രസവിച്ചതിന് ശേഷം ഈ കുട്ടിക്കിട്ട പേരെന്താണെന്നറിയോ? ഹെറാക്ലസ്. ഹെറാക്ലസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ദ ഗ്ലോറി ഓഫ് ഹെറ എന്നാണ്. അതായത് ആ കുഞ്ഞിന് ആ സ്ത്രീയിട്ട പേര് ഹെറയുടെ കീർത്തി എന്നാണ് ഇട്ടത്. അപ്പോൾ ഇതുപോലും ഹെറയ്ക്ക് സാറ്റിസ്ഫൈ ആയില്ല, കാരണം കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഹെറാക്ലസ് എന്ന് പേരിട്ട്. ഈ ഹെറാക്ലസ് ആണ് പിന്നീട് റോമൻ വെർഷനിൽ ഹെർക്കുലീസ് ആയത്. നമുക്ക് ഹെർക്കുലീസ് എന്ന് തന്നെ പറയാം. അങ്ങനെ ഹെർക്കുലീസിന് ജന്മം കൊടുക്കുകയാണ്. അപ്പോൾ ഹെറ ഈ ചെയ്ത പരിപാടി, റൈറ്റ് ടൈമിൽ ജനിക്കേണ്ടിയിരുന്നത് ഹെർക്കുലീസാണ്. അതുകൊണ്ട് അടുത്ത രാജാവാകേണ്ടിയിരുന്നതും ഹെർക്കുലീസ് തന്നെയാണ്. പക്ഷേ ഹെർക്കുലീസിന് അവകാശപ്പെട്ട ആ ഒരു പദവി ഹെറ കാരണം ഹെർക്കുലീസിൽ നിന്ന് നഷ്ടമായി എന്നുള്ളത് ഈ ഒളിമ്പസിലുള്ള അത്ര ദേവന്മാർക്കും ദേവതകൾക്കും അല്പം വിഷമമുണ്ടാക്കി. മെയിനായിട്ട് സ്യൂസിന് നല്ല വിഷമമുണ്ടായി. എന്നാൽ സ്യൂസിനെ കാട്ടിയും വിഷമിച്ച ഒരാളുണ്ട്, അതാണ് അഥീന. അഥീന എന്ന് പറയുന്നത് ഗ്രീക്ക് മിത്തോളജിയിലെ യുദ്ധത്തിൻ്റെയും അതുപോലെ തന്നെ വിസ്ഡം, വിവേകം, നോളജ്, അതിൻ്റെയൊക്കെ ദേവതയാണ് അഥീന. അങ്ങനെ അഥീന എന്ത് ചെയ്തെന്ന് വെച്ചാൽ രാത്രിക്ക് രാത്രി സ്യൂസിൻ്റെ അനുവാദത്തോടു കൂടി ആൽക്കമീനിയുടെ അടുത്ത് ചെന്നിട്ട് ചെറിയ ഹെർക്കുലീസിനെ എടുത്തുകൊണ്ട് വന്ന് ഹെറ കിടക്കുന്നതിൻ്റെ അടുത്ത് കിടത്തി. ഹെറ നോക്കിയപ്പോൾ നല്ലൊരു കുഞ്ഞ്. ഹെറയ്ക്ക് ആ സമയത്ത് ഭയങ്കര വാത്സല്യം തോന്നിയിട്ട് ഈ കുഞ്ഞിന് പാല് കൊടുത്തു. അപ്പോൾ ഹെറയുടെ പാല് ഹെർക്കുലീസ് കുടിച്ചതോടുകൂടി
സ്യൂസ് ദേവൻ്റെ ശക്തിയും ഹെറയുടെ ശക്തിയും കൂടെ ചേർന്നിട്ട് ഹെർക്കുലീസിന് ഭയങ്കരമായിട്ടുള്ള ആരോഗ്യം ഉണ്ടായെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇത് തിരിച്ചറിഞ്ഞ ഹെറ ഈ കുഞ്ഞിനെ തട്ടിത്തെറിപ്പിച്ചെന്നും ആ സമയത്ത് സ്യൂസ് ആ കുഞ്ഞിനെ അവിടെ നിന്ന് രക്ഷിച്ച് തിരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുപോയെന്നും പറഞ്ഞു. ഇതും കൂടെ ആയപ്പോൾ ഹെറയ്ക്ക് സഹിക്കാവുന്നതിൻ്റെ അപ്പുറമായി ഇവനെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കത്തില്ല എന്ന് ഹെറ ഇവിടെ തീരുമാനമെടുക്കുകയാണ്. തൊട്ടിലിൽ കിടന്ന ഹെർക്കുലീസിനെ കൊല്ലാനായിട്ട് ഹെറ 2 ഭീമാകാരമായിട്ടുള്ള സർപ്പങ്ങളെ അയക്കും. അപ്പോൾ എന്തോ ശബ്ദം കേട്ടിട്ട് ആൽക്കമിനിക്കിൽ നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഹെർക്കുലീസ് 2 പാമ്പിനെയും 2 കയ്യിൽ ഇങ്ങനെ കഴുത്തൊടിച്ച് ഇങ്ങനെ തൂക്കി പിടിച്ചിട്ട് ഇങ്ങനെ കളിക്കുന്നു. പാമ്പിനെ വെച്ചിട്ട് ചത്തുപോയി. അപ്പം അത്ര ആരോഗ്യമുണ്ട് പുള്ളിക്കാരന്. അപ്പോൾ ഇതും ഹെറയ്ക്ക് സഹിച്ചില്ല. അങ്ങനെ ഹെറയ്ക്ക് മനസ്സിലായി ഇവനെ കൊല്ലാൻ നോക്കിയാൽ ബുദ്ധിമുട്ടായിരിക്കും, ഇവൻ്റെ ജീവിതത്തിൽ അവന് സമാധാനം എന്ന് പറഞ്ഞൊരു സാധനം കൊടുക്കരുത് എന്ന് ഹെറ തീരുമാനിച്ചു. അങ്ങനെ ഹെർക്കുലീസ് വളർന്നു വരെയാണ്. ഒരു തീബൻ ജനറലിൻ്റെ മകനായിട്ടാണ് വളർന്നു വരുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഹെർക്കുലീസിന് നല്ല ബുദ്ധിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രീസിൽ അന്ന് എന്തൊക്കെ പഠിക്കാനുണ്ടായിരുന്നു അതെല്ലാം ഹെർക്കുലീസ് പഠിച്ചു എന്നാണ് പറയുന്നത്. അതായത് ആയോധന കല മുതൽ അങ്ങ് സംഗീതം വരെ ഹെർക്കുലീസ് പഠിച്ചു. ഇതിലത്രയും പുള്ളിക്കാരൻ നല്ല ടാലൻറ്റഡുമായി. പക്ഷേ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും ഹെർക്കുലീസിന് ഒരു പോരായ്മയുണ്ടായിരുന്നു. ഭയങ്കര ദേഷ്യമായിരുന്നു. കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത റേജായിരുന്നു ഹെർക്കുലീസിന്. ചില സമയങ്ങളിൽ ദേഷ്യം കൂടിയിട്ട് ഹെർക്കുലീസ് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നുണ്ട്. ഈ കഥകളിൽ അങ്ങോട്ട് പോകുമ്പോൾ ഈ ദേഷ്യത്തിനൊരു വലിയ പങ്കും വരുന്നുണ്ട്. പക്ഷേ ഹെർക്കുലീസിൻ്റെ കൂടെ യുദ്ധങ്ങൾക്ക് പോകുന്ന ആളുകൾക്ക് ഹെർക്കുലീസിൻ്റെ ദേഷ്യം ഇഷ്ടമായിരുന്നു. കാരണം യുദ്ധഭൂമിയിൽ വെച്ചിട്ടൊരു ലിമിറ്റ് അപ്പുറം കഴിഞ്ഞാൽ ഹെർക്കുലീസിന് വരുന്ന ആ റേജിൻ്റെ മുന്നിൽ ശത്രുക്കൾക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദുശീലം ഹെർക്കുലീസിനുണ്ടായിരുന്നു. ഇത് ഏറ്റവും കൂടുതൽ വിളിച്ചു പറയുന്ന ഒന്നാണ്. ഒരിക്കൽ ഹെർക്കുലീസ് ഒരു സംഗീതോപകരണം പഠിക്കാൻ പോയി. ഇത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇത് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സാറ് കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ മാന്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഈ സാറ് ഈ കുട്ടികളായിട്ട് കളിയാക്കിക്കൊണ്ടിരുന്നു. ഹെർക്കുലീസിനെ ഭയങ്കരമായിട്ട് കളിയാക്കി. സഹിക്കാൻ വയ്യാതെ ഹെർക്കുലീസ് ഈ ഒരു സംഗീതോപകരണം എടുത്ത് സാറിൻ്റെ തലയ്ക്ക് ഒരൊറ്റ അടി കൊടുത്തെന്നാണ് പറഞ്ഞത്. ഒറ്റ അടിയിൽ ആ സാറ് മരിച്ചുപോയി, അധ്യാപകൻ മരിച്ചുപോയി. അപ്പോൾ ഹെർക്കുലീസ് അതിൽ എന്തോ ശിക്ഷയൊക്കെ കിട്ടിയായിരുന്നു. അന്ന് വളർന്നു വരുന്ന പയ്യനും തീബൻ ജനറലിൻ്റെ മകനൊക്കെ ആയതുകൊണ്ട് ശിക്ഷ കുറച്ചാണ് കൊടുത്തത്. എന്നാലും ഒരു ചെറിയ ശിക്ഷയൊക്കെ ഹെർക്കുലീസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹെർക്കുലീസ് തൻ്റെ ദേഷ്യമെല്ലാം നിയന്ത്രിച്ച് നല്ലൊരു യുവാവായി വളർന്നു വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഒരിക്കൽ ഹെർക്കുലീസിൻ്റെ അച്ഛനായിട്ടുള്ള ആംഫിട്രിയോൺ, അതായത് വളർത്തച്ഛനായിട്ടുള്ള ആംഫിട്രിയോൺ ഒരു യുദ്ധത്തിന് പോവുകയാണ്. പക്ഷേ ആ യുദ്ധം അതിഭയാനകമായിട്ടുള്ളൊരു യുദ്ധമായിരുന്നു. ശത്രുക്കളെന്ന് പറയുമ്പോൾ അതിക്രൂരന്മാരായിരുന്നു. ക്രൂരന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ക്രൂരന്മാർ. അവരുടെ മുന്നിൽ ആംഫിട്രിയോൻ്റെ സൈന്യത്തിന് പിടിച്ചിരിക്കാൻ പറ്റിയില്ല. ആംഫിട്രിയോൺ ആ ഒരു യുദ്ധത്തിൽ മരിക്കുകയും ചെയ്തു. അങ്ങനെ തൻ്റെ വളർത്തച്ഛൻ മരിച്ചു. അപ്പോൾ അടുത്ത ജനറൽ ആകേണ്ട ആൾ ഹെർക്കുലീസ് തന്നെയാണ്. ഹെർക്കുലീസിന് അതിന് വേണ്ടിയിട്ടുള്ള ആരോഗ്യവും കഴിവും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചെറുപ്രായത്തിൽ ഹെർക്കുലീസ് തീബൻ സൈന്യത്തിൻ്റെ ജനറലായി. ഈ സമയത്ത് ഹെർക്കുലീസിൻ്റെ ഹാഫ് സിസ്റ്ററും ദേവതയുമായ അഥീനയ്ക്ക് പല സന്ദർഭങ്ങളിലും ഹെർക്കുലീസിനോടൊരു വല്ലാത്ത വാത്സല്യമുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അഥീന എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ സമയത്ത് ഒളിമ്പസ്, അതായത് ഈ ഗ്രീക്ക് മിത്തോളജിയിലുള്ള ദൈവങ്ങൾ താമസിക്കുന്നതാണ് ഈ ഒരു മൗണ്ട് ഒളിമ്പസ് എന്ന് പറയുന്ന സ്ഥലം, മല. ആ ഒരു ഒളിമ്പസിൽ ചെയ്തെടുത്ത ചില ആയുധങ്ങളും അഥീനിയൻ പടച്ചട്ടയൊക്കെ ആയിട്ട് ഹെർക്കുലീസിനെ കാണാൻ അഥീന വരുന്നു. അഥീന ഹെർക്കുലീസിൻ്റെ കയ്യിൽ ആയുധങ്ങൾ വെച്ച് കൊടുത്തു. എന്നിട്ട് ഈ ഒരു അഥീനിയൻ പടച്ചട്ടയും ഹെൽമെറ്റും എല്ലാം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് നിന്നെ യുദ്ധത്തിൽ കുറച്ചുകൂടെ അപ്പർ ഹാൻഡ് നിനക്ക് തരുമെന്നും പറഞ്ഞ് കൊടുത്തിട്ട് പോയി അഥീന. അങ്ങനെ അഥീന ഗിഫ്റ്റായിട്ട് കൊടുത്ത പടച്ചട്ടയും ആയുധങ്ങളും എല്ലാം ധരിച്ചാണ് ഹെർക്കുലീസ് തൻ്റെ ആദ്യത്തെ യുദ്ധത്തിൽ പോയത്. തെറ്റ് പറയരുതല്ലോ, ഹെർക്കുലീസിൻ്റെ ശക്തി, ബുദ്ധി, ലീഡർഷിപ്പ്, ഇതിനു മുന്നിൽ ഓപ്പോസിറ്റ് നിന്നിരുന്ന ക്രൂരന്മാരായിട്ടുള്ള ശത്രുക്കൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവരെ അത്രയും ഹെർക്കുലീസ് വകവരുത്തി സക്സസ്ഫുള്ളായിട്ട് ആ ഒരു യുദ്ധം ജയിക്കുകയും ചെയ്തു. ഇത് രാജാവിന് ഒരുപാട് സന്തോഷം കൊടുത്തു. അങ്ങനെ ഒരുപാട് സന്തോഷവാനായ രാജാവ് തൻ്റെ മകളെ ഹെർക്കുലീസിന് കല്യാണം കഴിച്ചു കൊടുത്തു. കാരണം ഹെർക്കുലീസ് ഒരു റോയൽ ഫാമിലിയിലുള്ള ആൾ തന്നെയാണല്ലോ ഇപ്പോൾ. അങ്ങനെ ഹെർക്കുലീസിന് രാജാവിൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തു. ആ മകളുടെ പേരായിരുന്നു മെഗാറ. ഹെർക്കുലീസിന് മെഗാറ എന്ന് വെച്ചാൽ ജീവനായിരുന്നു. മെഗാറ ഉണ്ടായിരുന്ന സമയത്ത് ഹെർക്കുലീസ് മറ്റൊരു സ്ത്രീകളെ പോലും നോക്കത്തില്ലായിരുന്നു. അത്രയ്ക്ക് മെഗാറ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഹെർക്കുലീസിനും മെഗാറയ്ക്കും ഒരുപാട് കുട്ടികളൊക്കെ ആയി. അവർ നല്ലൊരു ഹാപ്പി ഫാമിലിയായി. ഹെർക്കുലീസ് വളരെ സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു തീബൻ ജനറലുമായി. ഹെർക്കുലീസിൻ്റെ പേര് കേട്ടിട്ട് ആളുകൾ ഭയന്നിരുന്നു. ഹെർക്കുലീസിൻ്റെ നേതൃത്വം കൊണ്ട് തന്നെ ഗ്രീസ് യൂണിഫൈ ചെയ്യുകയൊക്കെ ചെയ്തു. അത്രത്തോളം ആൾ ഭയങ്കര ഫേമസ് ആയി. ഒന്നിനും ഹെർക്കുലീസിൻ്റെ മുമ്പ് പിടിച്ചു ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഒളിമ്പസിലുള്ള ആളുകൾക്ക് ഭയങ്കര സന്തോഷം കൂട്ടി. എക്സെപ്റ്റ് ഒരാൾ, ഹെറയ്ക്ക് ഇതൊന്നും കണ്ടിട്ടൊന്നും സഹിക്കുന്നില്ല. അങ്ങനെ ഹെറ വളരെ ക്രൂരവും പൈശാചികവുമായിട്ടുള്ള ഒരു മായാപ്രയോഗം ഹെർക്കുലീസിൽ നടത്തും. എന്തെന്ന് വെച്ചാൽ, ഒരിക്കൽ ഹെർക്കുലീസ് തൻ്റെ ഡ്യൂട്ടി ഒക്കെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഹെർക്കുലീസിൻ്റെ മനസ്സിലൊരു മായാപ്രയോഗം നടത്തി. ഹെർക്കുലീസ് കാണുന്ന കാഴ്ച എന്താണെന്നറിയോ?
തൻ്റെ വീട്ടിനുള്ളിലേക്ക് ചില പിശാചുക്കൾ കയറിപ്പോകുന്നു, ചില മോൺസ്റ്റേഴ്സ് കയറിപ്പോകുന്നു. ഹെർക്കുലീസ് പെട്ടെന്ന് ഓടിച്ചെന്നിട്ട് തൻ്റെ ഭാര്യയുടെയും മക്കളെയും പേര് വിളിക്കുന്നു. ആരും മിണ്ടുന്നില്ല. അപ്പോൾ പേടിച്ച് അവർക്കൊക്കെ എന്തെങ്കിലും പറ്റിയോ എന്നുള്ള ഇതിൽ ഹെർക്കുലീസ് ചവിട്ടി കയറി ചെന്നപ്പോഴത്തേക്കും ചോരയൊക്കെ ഒലിപ്പിച്ച് ഈ പിശാചുക്കൾ ഇങ്ങനെ ഹെർക്കുലീസിനെ നോയിക്കൊണ്ട് നിൽക്കുന്നു. ഇത് കണ്ട് ഹെർക്കുലീസിന് സഹിക്കാൻ വയ്യാതെ ദേഷ്യവും വിഷമവും ഒക്കെ വന്നിട്ട് ദേഷ്യം അങ്ങ് പിന്നക്കളിലെത്തി. ദേഷ്യവും വിഷമമൊക്കെ ഇങ്ങോട്ട് കയറിയിട്ട് ഹെർക്കുലീസ് ഈ അത്ര മോൺസ്റ്റേഴ്സിനെയും ഒരൊറ്റ ആയുധം എടുക്കാതെ തൻ്റെ കൈ കൊണ്ട് ഇടിച്ച് ഞെരിച്ചമർത്തി അങ്ങ് കൊന്നു കളഞ്ഞു. എന്നിട്ട് വീണ്ടും മെഗാറയുടെ പേര് വിളിച്ചും മക്കളെ പേര് വിളിച്ചും അവിടെ നടന്നപ്പോഴത്തേക്കും ഹെർക്കുലീസിന് എന്തോ വ്യത്യാസം ഉണ്ടാകുന്നത് പോലെ തോന്നി. അപ്പോൾ നോർമലായി, ദേഷ്യമൊക്കെ പെട്ടെന്ന് പോയി. ഹെർക്കുലീസ് തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? അവിടെ ഉണ്ടായിരുന്നത് മോൺസ്റ്റേഴ്സ് അല്ലായിരുന്നു. മോൺസ്റ്റേഴ്സ് എന്നും പറഞ്ഞ് ഹെർക്കുലീസ് അവിടെ കൊന്നിട്ടത് തൻ്റെ ഭാര്യയും മക്കളെയായിരുന്നു. ഭാര്യയും മക്കളെയാണ് ഹെർക്കുലീസ് മോൺസ്റ്റേഴ്സ് എന്നും പറഞ്ഞ് കൊന്നത്. ഹെർക്കുലീസ് പതുക്കെ ചെന്നിട്ട് തൻ്റെ ഭാര്യയായ മെഗാറയെ കയ്യിലെടുത്തിട്ട് തട്ടി വിളിച്ചു, എണീക്കാൻ പറയുന്നു. ഹെർക്കുലീസിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല താനാണ് കൊന്നതെന്ന്. അങ്ങനെ അല്ലമുറയിട്ട് കരയുന്നു. ആളുകൾ വന്നു. ചില ആളുകൾ പറയുന്നു ഇതെന്തോ പറ്റിയതാണ് നമ്മുടെ ഹെർക്കുലീസിന്, ഹെർക്കുലീസ് ഇങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. വേറെ ചിലർ പറയുന്നു ഇവരെന്താ കള്ളു കുടിച്ചിട്ട് വന്നിട്ടാണോ ആളുകളെ കൊന്നതെന്ന് പറയുന്നു. അങ്ങനെ ഹെർക്കുലീസിനെ അവിടെ എല്ലാവരും എന്താ പറയുക, ഒരു കൂട്ടം ആളുകൾ ഹെർക്കുലീസിന് എതിരായെന്ന് തന്നെ പറയാം. അങ്ങനെ കഷ്ടപ്പെട്ട് ഹെർക്കുലീസ് കാര്യങ്ങളൊക്കെ ആളെ പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ അവരെല്ലാവരും പറഞ്ഞു ഗ്രീസിലെ ആളുകൾക്കിടയിൽ ഏറ്റവും വലിയ പാപമായി കാണുന്നത് ബന്ധുക്കളെ കൊല്ലുന്നതാണ്, അതായത് കുടുംബത്തെ കൊല്ലുന്നതാണ്. ഈ ഒരു കുടുംബത്തെ കൊന്ന പാപത്തിൽ നിന്ന് നീ മോക്ഷം നേടിയില്ല എങ്കിൽ ഫ്യൂറീസ് എന്ന് പറയുന്ന ആളുകൾ വന്ന് നിന്നെ നരകത്തിലേക്ക് കൊണ്ടുപോയി എറ്റേണലി നിന്നെ ഇട്ട് ടോർച്ചർ ചെയ്യുമെന്ന് പറയും. ഫ്യൂറീസ് എന്നൊക്കെ പറയുന്ന ചില സംഭവങ്ങളുണ്ട്. ഗ്രീക്ക് മിത്തോളജി ഡീപ്പിലോട്ട് ഇറങ്ങി ചെല്ലുന്ന ആളുകൾക്കും അതുപോലെ ഗ്രീക്ക് മിത്തോളജി റിലേറ്റഡ് ഗെയിമുകളൊക്കെ കളിച്ച ആളുകൾക്കും കഥകൾ കേട്ട ആളുകൾക്കും ഒക്കെ അറിയാം. അതുകൊണ്ട് നമുക്ക് ഡെപ്തായിട്ട് അതിലോട്ട് പോകണ്ട. അപ്പോൾ ഹെർക്കുലീസിന് ഈ ഒരു വിഷാദം സഹിക്കാനും പറ്റുന്നില്ല, പാപഭാരം സഹിക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഹെർക്കുലീസ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ കാലഘട്ടങ്ങളിൽ ഓറക്കിൾ ഓഫ് ഡെൽഫി എന്നും പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഡെൽഫി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഓറക്കിൾ ഉണ്ടായിരുന്നു. ഈ ഓറക്കിളിനെ നമുക്ക് ദീർഘവീക്ഷണമുള്ള ആളുകൾ, ദൈവവുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ കഴിവുള്ള ആളുകൾ എന്നൊക്കെ വേണേൽ പറയാം. അപ്പോൾ ഈ ഒരു ഓറക്കിളിൻ്റെ അടുത്ത് നിന്നിട്ട് ഒരു പണ്ഡിതയാണ് ചെന്നിട്ട് കാര്യം പറഞ്ഞു. ഓറക്കിൾ പറഞ്ഞു ഈ ഒരു ഓറക്കിളിനൊരു പ്രത്യേകതയുണ്ട്. അപ്പോളോ ദേവൻ്റെ മുഖതാവെന്നാണ് ഈ ഒരു ഓറക്കിളിനെ പറയുന്നത്. അങ്ങനെ ഈ ഓറക്കിൾ ഹെർക്കുലീസിനോട് പറയുകയാണ്, ഹെർക്കുലീസ് നീ ചെയ്ത തെറ്റ് അത് ആര് കാരണമാണെന്ന് എനിക്കറിയാം. അത് പറയാനൊരുങ്ങിയ സമയത്ത് ഹെറ ദേവത വന്നിട്ട് ഇവരുടെ മൈൻഡിലൊരു മാനിപ്പുലേഷൻ നടത്തി. അതുകൊണ്ട് ഹെറയുടെ പേര് പറഞ്ഞില്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു ഓറക്കിൾ പറയാനിരുന്നത് എന്താണെന്നറിയോ? ഏതെങ്കിലും ഒരു രാജാവിന് കീഴിൽ പോയി 10 വർഷക്കാലം അടിമപ്പണി ചെയ്യുക എന്ന് പറയാനായിട്ടാണ് ഇരുന്നത്. പക്ഷേ ഹെറയുടെ ഇൻ്റർഫിയറൻസ് കൊണ്ട് ഏതെങ്കിലും ഒരു രാജാവെന്നുള്ളത് യൂറീസ്തിയസ് രാജാവായി. യൂറീസ്തിയസ് ആരെന്നറിയാമല്ലോ? ഹെർക്കുലീസിൻ്റെ കസിൻ. ഹെർക്കുലീസിന് മുമ്പ് ജനിച്ചു രാജാവായെന്ന് പറഞ്ഞ ആൾ. അവൻ്റെ അടുത്ത് പോയി 10 വർഷക്കാലം അടിമപ്പണി ചെയ്യാനായിട്ട് പറഞ്ഞു. യൂറീസ്തിയസിന് ധൈര്യം എന്ന് പറഞ്ഞൊരു സാധനമില്ലായിരുന്നു. അതുപോലെ തന്നെ ഹെർക്കുലീസിനെ പോലെ ശക്തിമാനോ ബുദ്ധിമാനോ ഒന്നും അല്ലായിരുന്നു. യുദ്ധത്തിനൊന്നും പോകത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഹെർക്കുലീസിനോട് ഭയങ്കര അസൂയയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാളെടുത്ത് അടിമപ്പണി ചെയ്യാനൊക്കെ പോയാൽ അവൻ നല്ലതുപോലെ പ്രതികാരം വീട്ടുവെന്ന് ഹെർക്കുലീസിന് നല്ലപോലെ അറിയായിരുന്നു. അങ്ങനെ ഹെർക്കുലീസ് ഇങ്ങനെ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ യൂറീസ്തിയസ് അവിടെ ആഘോഷം തുടങ്ങിയെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഹെർക്കുലീസ് വിഷമത്തോടു കൂടി യൂറീസ്തിയസിൻ്റെ രാജസദസ്സിൽ കയറി വന്നിട്ട് പറയുകയാണ്, അതാ എനിക്കിങ്ങനൊരു ഡ്യൂട്ടി കിട്ടി, നിൻ്റെ അടിമയാവുക. ഈ യൂറീസ്തിയസ് ഹെറയുടെ വലിയ ഭക്തനുമൊക്കെയാണ് കേട്ടോ. അങ്ങനെ യൂറീസ്തിയസിൻ്റെ അടുത്ത് നിന്നിട്ട് ഹെർക്കുലീസ് കാര്യം പറഞ്ഞു. അപ്പോൾ യൂറീസ്തിയസ് പറഞ്ഞു, അറിയാം, നിനക്ക് ഞാൻ 10 ടാസ്ക് തരും. ഈ 10ഉം ഇമ്പോസിബിളായിട്ടുള്ള ടാസ്കുകളായിരിക്കും. ആ 10 ടാസ്കുകൾ നീ ഒരു പ്രതിഫലവും വാങ്ങാതെ ആരുടെയും സഹായമില്ലാതെ വേണം ചെയ്യാൻ എന്ന് യൂറീസ്തിയസ് അങ്ങ് കൽപ്പിക്കുകയാണ്. അങ്ങനെ ഈ 10 എന്നുള്ളത് പിന്നീട് 12 ആവും കേട്ടോ. ഇതാണ് ഹെർക്കുലീസിൻ്റെ കഥയിലേക്ക് വെച്ച് ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള കഥ. ഹെർക്കുലീസിൻ്റെ 12 ലേബറുകൾ. വളരെ ഫേമസ് ആയിട്ടുള്ള കഥയാണ് ദ 12 ലേബേഴ്സ് ഓഫ് ഹെർക്കുലീസ്. ഹെർക്കുലീസിൻ്റെ 12 ലേബറുകൾ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലെ തന്നെ വിശ്വപ്രശസ്തമായിട്ടുള്ള കഥയാണ്. ഹെർക്കുലീസിൻ്റെ കഥയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ലൈക്ക് 12 ലേബേഴ്സും വളരെ സംഭവ ബഹുലമായിട്ടുള്ള കഥകളാണ്. ഒരു വീഡിയോയിൽ നമുക്ക് ഒതുക്കി തീർക്കാൻ പറ്റുന്നതൊന്നുമല്ല. ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. നിമിയൻ ലയൺ, ലേണിയൻ ഹൈഡ്ര, പിന്നെ സെറിനിയൻ ഹൈൻഡ്, എറിമാന്തിയൻ ബോർ, ഓജിയൻ സ്റ്റേബിൾ, പിന്നീട് സ്റ്റിംഫാലിയൻ ബേർഡ്സ്, ക്രെറ്റൻ ബുള്ള്, ദ ഹോഴ്സസ് ഓഫ് ഡയമഡീസ്, ഹിപ്പോലിറ്റാസ് ബെൽറ്റ്, ഗെറിയൻ സ്കാറ്റിൽ, ഗോൾഡൻ ആപ്പിൾ ഓഫ് ഹെസ്പെറിഡസ്, അതുപോലെ ഏറ്റവും അവസാനം ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്യാപ്ചറിങ് ഓഫ് സെറിബ്രസ്. ഈ 12 ലേബേഴ്സും വളരെ പ്രശസ്തമാണ്. 12 ലേബേഴ്സും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വോയിസ് ഓൺലി ചാനലിൽ 2-3 എപ്പിസോഡായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
ചാനലിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കഴിഞ്ഞിട്ട് നമ്മുടെ വോയിസ് ഓൺലി ചാനലിൽ പോയിട്ട് ഈ 12 ലേബേഴ്സും ഫുള്ളായിട്ട് കേൾക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ പുതിയ ചാനലാണ്. അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ 12 ലേബേഴ്സിനെ കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ലേബേഴ്സ് എത്രത്തോളം കിടിലമാണെന്ന് അറിയാനായിട്ട് നെമിയൻ ലയനെ എങ്ങനെ ഹെർക്കുലീസ് കീഴ്പ്പെടുത്തി എന്നുള്ള ഫസ്റ്റ് ലേബറിനെ കുറിച്ച് കേൾക്കാം. ഈ നെമിയൻ ലയൻ എന്ന് പറയുന്നത് വളരെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടാസ്ക്കാണ് ഹെർക്കുലീസിൻ്റെ. നിമിയ എന്ന് പറയുന്ന സ്ഥലത്തെ ആളുകളെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നൊരു സിംഹം ഉണ്ടായിരുന്നു. സിംഹം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചെറുതൊന്നുമല്ല, ഭീമാകാരമായിട്ടുള്ള സിംഹമായിരുന്നു. നീണ്ട പല്ലുകളായിരുന്നു. ഈ സിംഹത്തിൻ്റെ സ്കിന്നുണ്ടല്ലോ, തോല്, ഇത് ഭയങ്കര കട്ടിയായിരുന്നു. ഒരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ആയുധങ്ങൾക്ക് പോലും ഈ സിംഹത്തെ തുളച്ചു കയറാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ നഖങ്ങളെന്ന് പറയുമ്പോൾ മനുഷ്യനിർമ്മിതമായിട്ടുള്ള എത്ര ഷാർപ്പസ്റ്റ് ആയിട്ടുള്ള ആയുധം എടുത്താലും അതിനെക്കാട്ടിയും മൂർച്ച കൂടിയതാണ് ഈ ഒരു സിംഹത്തിൻ്റെ നഖം എന്ന് പറയുന്നത്. അപ്പോൾ ഹെർക്കുലീസിനെ നെമിയൻ ലയനെ കൊല്ലാനായിട്ട് യൂറിസ്റ്റീസ് ചുമതലപ്പെടുത്തിയപ്പോൾ തന്നെ ഹെർക്കുലീസിന് മനസ്സിലായി ഇവൻ ഹെർക്കുലീസിൻ്റെ പുക കണ്ടിട്ട് ഇടങ്ങുള്ളെന്ന്. അതുകൊണ്ട് തന്നെ ഹെർക്കുലീസ് എത്രയോ കാലം നല്ലതുപോലെ ഫിറ്റ്നസ് ട്രെയിനിങ് എടുത്തു. അതായത് മലയുടെ മുകളിൽ പോയിട്ട് വലിയ ബോൾഡോസും കല്ലുകളും എടുത്ത് പൊക്കുകയും മരങ്ങൾ പിഴുത് അതിൽ എക്സർസൈസ് ചെയ്യുകയൊക്കെ ചെയ്തു. എന്നിട്ട് റെസ്ലിംഗ് ഉണ്ടല്ലോ, അത് നല്ലതുപോലെ ഹെർക്കുലീസ് പ്രാക്ടീസ് ചെയ്തു. അത്രയും കാലവും ഹെർക്കുലീസ് ധരിച്ചിരുന്ന അഥീനിയൻ പടച്ചട്ടയും അഥീനിയൻ ഹെൽമെറ്റും ഒളിമ്പിയൻ ആയുധങ്ങളുമെല്ലാം ഹെർക്കുലീസ് അവിടെ ഉപേക്ഷിച്ചു കയറുന്നതിന് മുൻപ്. എന്നിട്ട് ഹെർക്കുലീസ് എന്താ ഇത് ചെയ്തതെന്ന് വെച്ചാൽ ആ ആയുധങ്ങളും പടച്ചട്ടയും എല്ലാം അത്രയും കാലവും താൻ ജീവിച്ചിരുന്ന പഴയ ജീവിതത്തിൻ്റെ സിമ്പലാണ്. അതിവിടെ ഉപേക്ഷിക്കുന്നതോടുകൂടി ഹെർക്കുലീസ് തൻ്റെ പഴയ ജീവിതം കളഞ്ഞിട്ട് പുതിയൊരു ജീവിതത്തിൻ്റെ തുടക്കമിടുകയാണ് എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഹെർക്കുലീസ് ഗുഹയ്ക്കുള്ളിൽ കയറിയത്. സക്സസ്ഫുള്ളായിട്ട് തന്നെ ഹെർക്കുലീസ് സിംഹവുമായി ഗുസ്തി പിടിച്ച് സിംഹത്തിൻ്റെ കഴുത്തൊടിച്ച് ഈ സിംഹത്തെ കൊന്നു കളഞ്ഞു. ഹെർക്കുലീസ് കഴുത്തൊടിച്ചാണ് കൊന്നത്. കാരണം എന്താണ്, വേറെ ആയുധങ്ങളും വഴിപ്പോകത്തില്ല. അതുകൊണ്ട് റെസ്ലിംഗ് പിടിച്ച് ആ ശക്തി, ഹെർക്കുലീസിൻ്റെ ശക്തി വെച്ചിട്ട് കഴുത്തിൽ കൂട്ടിപ്പിടിച്ച കഴുത്തൊടിച്ചങ്ങ് കൊന്നു. എന്നിട്ട് യൂറീസ്തിയസ് രാജാവിൻ്റെ കൊട്ടാരമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യൂറീസ്തിയസ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ ആഘോഷമാണ്. കാരണം ഹെർക്കുലീസിനെ തട്ടി ആ സിംഹം കൊന്നു എന്ന് തന്നെയാണ് വിചാരിച്ചത്. ആ സമയത്ത് ഈ രാജാവിൻ്റെ സദസ്സിലോട്ട് ആരോ ഇങ്ങനെ നടന്നു കയറി വരുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി അമാനുഷികനായിട്ടുള്ള ആരോ ആണ് വരുന്നതെന്ന്. നോക്കിയപ്പോൾ ഹെർക്കുലീസാണ് കയറി വരുന്നത്. പക്ഷേ ഒരു ചെറിയ വ്യത്യാസം, ഹെർക്കുലീസ് നെമിയൻ ലയനെ കൊല്ലാൻ പോയപ്പോൾ ഇട്ടിരുന്ന പടച്ചട്ടകളോ ആയുധങ്ങളോ ഒന്നുമല്ല ദേഹത്തുള്ളത്. അവർ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അവരെല്ലാവരും ഒന്ന് ഭയന്നുപോയി. കാരണം ഹെർക്കുലീസ് ധരിച്ചിരുന്നത് നിമിയൻ ലയൻ്റെ തോല് കൊണ്ടുണ്ടാക്കിയ പടച്ചട്ടയും നിമിയൻ ലയൻ്റെ ബാക്കി തോല് ഹെർക്കുലീസ് മുതുകത്തോടെ ഒരു ക്ലോക്കായിട്ട് ഇങ്ങനെ ഇട്ടിരുന്നു. എന്നിട്ട് ഈ നിമിയൻ ലയൻ്റെ തലയെടുത്തിട്ട് താഴത്തെ താടിയെല്ല് പിളർന്ന് കളഞ്ഞ് അതൊരു തലപ്പാവ് കണക്ക് ഒരു ഹെൽമെറ്റ് പോലെ ഹെർക്കുലീസ് ധരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഹെർക്കുലീസിനറിയാം ഈ ഒരു നിമിയൻ ലയൻ്റെ സ്കിൻ അത്ര കട്ടിയാണ്, യാതൊരുവിധ സാധനങ്ങളും കൊണ്ട് മുറിവേൽപ്പിക്കാൻ കഴിയത്തില്ല. അതുകൂടെ കൊണ്ടാണ് ഹെർക്കുലീസ് അങ്ങനെ ചെയ്തത്. പിന്നീട് ഹെർക്കുലീസിൻ്റെ കയ്യിലുണ്ടായിരുന്നതൊരു ഭീമാകാരമായിട്ടുള്ള ഗദയായിരുന്നു. ഈ ഗദ യുദ്ധം കഴിഞ്ഞ്, അതായത് ഈ ഒരു സിംഹത്തിനെ കൊന്നിട്ട് ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഒരു വലിയ ഓക്ക് മരം ഉണ്ടായിരുന്നു. ആ മരം തല്ലിപ്പൊട്ടിച്ച് അതിൽ നിന്നുണ്ടാക്കിയെടുത്ത ഗദയാണ്. ആ ഗദയിലാകട്ടെ ഈ ഒരു നെമിയൻ ലയൻ്റെ പല്ലുകളും നഖങ്ങളും ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വരവ് കണ്ടപ്പോഴത്തേക്കും യൂറീസ്തിയസ് രാജാവ് പേടിച്ചു പോയെന്നാണ് പറഞ്ഞത്. കാരണം ഇങ്ങനെ ഒരു പരാക്രമം കാണിച്ചിട്ട് വരുമെന്ന് യൂറീസ്തിയസ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അതിനുശേഷം പിന്നെ കട്ടയ്ക്ക് ഓരോ ടാസ്കുകൾ കൊടുത്തുകൊണ്ടിരുന്നു. ഞാൻ ഈ നെമിയൻ ലയൻ്റെ ടാസ്ക് പോലും ചുരുക്കിയാണ് പറഞ്ഞത്. നമ്മുടെ വോയിസ് ഓൺലി ചാനലിൽ അത്ര 12 ലേബറുകളും നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് പോയി കണ്ടേക്കുക ഈ വീഡിയോ കണ്ടതിന് ശേഷം. അങ്ങനെ ഹെർക്കുലീസ് തൻ്റെ ടാസ്കുകൾക്കിടയിൽ ഒരിക്കൽ തൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ഒരു സെൻറ്റോർ ഉണ്ട്. സെൻറ്റോർ എന്ന് പറയുമ്പോൾ പകുതി കുതിര പകുതി മനുഷ്യൻ, ഫോളസ് എന്നായിരുന്നു പേര്. ഈ ഫോളസിനെ കാണാനായിട്ട് പോവുകയുണ്ടായി. അപ്പോൾ ആ സമയത്തൊക്കെ ഹെർക്കുലീസ് പ്രശസ്തനായി. ഈ 12 ലേബേഴ്സിൽ 2-3 എണ്ണം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഫോളസിനെ കാണാൻ പോയത്. അപ്പോൾ സെൻറ്റോർസൊക്കെ ഹെർക്കുലീസിനെ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്താണ് വിളിച്ച് കയറ്റിയത്. ഈ സെൻറ്റോറുകൾക്ക് മൃഗത്തിൻ്റെയും മനുഷ്യൻ്റെയും പപ്പാതി ആയതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനത്തെ സ്വഭാവമായിരുന്നു. പക്ഷേ ഫോളസ് എന്ന് പറഞ്ഞ സെൻറ്റോർ നല്ല വിവരമുള്ള ഒരാളായിരുന്നു. ഈ ഫോളസ് ഹെർക്കുലീസിനെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഭക്ഷണവും മദ്യവും എല്ലാം കൊടുത്തു. അവരെല്ലാവരും അന്നത്തെ ദിവസം ആസ്വദിച്ചു. കാരണം ഹെർക്കുലീസിനും കുറച്ചൊന്നും എന്താ പറയുക, ഭയങ്കര ടെൻഷനും സ്ട്രെസ്സും ഒക്കെ അല്ലേ. അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാമെന്നും പറഞ്ഞ് അന്ന് പുള്ളിക്കാരൻ അടിച്ചു പൊളിച്ചു. അപ്പോൾ ഈ ഒരു മദ്യലഹരിയിൽ നടന്നു പോയപ്പോഴത്തേക്കും അവിടെ ഒരു ബോട്ടിൽ മദ്യം ഇങ്ങനെ വെച്ചേക്കുന്നത് കണ്ടു. ഇത് മാത്രം എന്താ ഇങ്ങനെ മാറ്റി വെച്ചേക്കുന്നതെന്നും പറഞ്ഞ് ഹെർക്കുലീസ് ഒന്ന് അത് മണത്ത് നോക്കി. അപ്പോൾ മണത്തപ്പോൾ അടച്ചു വെച്ചിട്ട് പോലും നല്ല മണം. അങ്ങനെ കൊതി തോന്നിയിട്ട് ഹെർക്കുലീസ് ഇതിൻ്റെ മൂടി അങ്ങ് തുറന്നു. എന്നിട്ട് അതൊന്ന് നല്ലപോലെ മദ്യം എടുത്ത് കുടിച്ചു. എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഈ മദ്യം സെൻറ്റോർ ട്രൈബിലുള്ള ആളുകൾ മാത്രമേ കുടിക്കാൻ പാടുള്ളൂ.
പണ്ട് ഏതോ ഒരു ദേവൻ ഇവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്. ഇത് സെൻറ്റോറുകളല്ലാതെ മറ്റാരും കുടിക്കാൻ പാടില്ല, ഇത് കുടിക്കുന്ന സമയത്ത് എല്ലാവരും ഇവിടെ ഒരുമിച്ച് വേണം, അങ്ങനെ എന്തോ ഉണ്ട്. അപ്പോൾ ഇതിന് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇതിൻ്റെ മണം മൈലുകൾക്കപ്പുറമുള്ള സെൻറ്റോറുകൾക്ക് പോലും കിട്ടും. അപ്പോൾ ഫോളസ് വന്നിട്ട് നീ ഇതെന്താ കാണിച്ചാൽ ഇപ്പോൾ എല്ലാ എണ്ണവും കൂടെ കുറ്റിയും പറിച്ചുകൊണ്ട് വരും, ജീവൻ വേണമെങ്കിൽ ഇവിടെ ഓടി തള്ളിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഇതിനോടകം വെച്ച് എല്ലാ എണ്ണവും അവിടെ എത്തി ഭയങ്കര ബഹളമായി. അവർ പറഞ്ഞ് നമുക്ക് മാത്രം അധികാരമുള്ള സാധനം ഈ മനുഷ്യൻ ഇവൻ കുടിച്ചു, പിന്നെ വെറുതെ വിടാൻ പാടില്ല, കൊന്നു കളയണമെന്ന് പറഞ്ഞ്. ഹെർക്കുലീസ് അല്ലേ ആൾ, രക്ഷപ്പെടാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. മുന്നിൽ വന്ന അത്ര സെൻറ്റോറുകളെയും ഇടിച്ച് നശിപ്പിച്ച് ഹെർക്കുലീസ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഈ ഹെർക്കുലീസിൻ്റെ കയ്യിലെ അമ്പിനും വില്ലിനും ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ അമ്പുകളുണ്ടല്ലോ, ഇത് ഹൈഡ്ര എന്ന് പറയുന്ന ജീവിയുടെ രക്തത്തിൽ മുക്കിയ അമ്പുകളാണ്. ഭയങ്കര പോയിസണസ് ആണ് ഈ അമ്പുകൾ. അപ്പോൾ ഇതിനിടയ്ക്ക് അവിടെ നിന്ന് ഒരുപാടെണ്ണം ജീവനും കൊണ്ട് ഓടി. എന്നാലും മുറിവേറ്റ ഒരൊറ്റ സെൻറ്റോർ, ആ സെൻറ്റോർ എവിടെയോ പോയി ഒളിച്ചിരുന്നു കാലങ്ങൾ ഹെർക്കുലീസിനെതിരെ പ്രതികാരം ചെയ്യാനായിട്ട്. അവസാനത്തെ ടാസ്ക് ചെയ്യാൻ ഹെർക്കുലീസ് നരകത്തിൽ പോയപ്പോൾ കാലങ്ങൾക്ക് മുമ്പ് മരിച്ച ഹെർക്കുലീസിൻ്റെ ഒരു സുഹൃത്തിനെ കാണുകയുണ്ടായി. ആ സുഹൃത്ത് ഹെർക്കുലീസിനോട് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്തു. നീ എന്തായാലും ഒറ്റത്തടിയായിട്ടാണ് ജീവിക്കുന്നത്, നിനക്ക് ഒരു കൂട്ട് വേണം. എൻ്റെ സഹോദരി കാലാകാലങ്ങളായിട്ട് അവിടെ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. അവൾക്ക് പണ്ട് മുതലേ നിൻ്റെ അടുത്തൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. നിൻ്റെ 12 ലേബറുകളും കംപ്ലീറ്റ് ചെയ്ത് സമാധാനത്തോടു കൂടിയല്ലേ നീ ജീവിക്കാൻ പോകുന്നത്, എൻ്റെ സഹോദരിയും കൂടെ നിൻ്റെ കൂടെ കൂട്ടിക്കൂടെ എന്ന് ഹെർക്കുലീസിനോട് ചോദിച്ചു. ഹെർക്കുലീസ് പറഞ്ഞു ശരി, ഞാൻ അവളെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു ടാസ്കുകൾ അത്രയും കഴിഞ്ഞതിന് ശേഷം ഹെർക്കുലീസ് പോയി കൂട്ടുകാരൻ്റെ സഹോദരിയായിട്ടുള്ള ഡയനൈറയെ കല്യാണം കഴിച്ചു. ഡയനൈറയും ഹെർക്കുലീസും ഹാപ്പി ആയിട്ട് ജീവിച്ചു. അവർക്ക് ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടായി, വളരെ ഹാപ്പി ലൈഫാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായി. ഹെർക്കുലീസ് ഡയനൈറയെ കല്യാണം കഴിച്ചതിന് ശേഷം ഇവരിങ്ങനെ നടന്നു വന്നപ്പോൾ ഒരു സെൻറ്റോർ വന്നു. അതായത് പകുതി കുതിര പകുതി മനുഷ്യൻ. ഈ സെൻറ്റോറായിരുന്നു കാലങ്ങൾക്ക് മുമ്പ് ആ സെൻറ്റോർ ട്രൈബിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഹെർക്കുലീസിനെതിരെ പ്രതികാരം ചെയ്യാനായി കാത്തു നിന്ന ആൾ. ഈ സെൻറ്റോർ പറഞ്ഞു, നിങ്ങളെ രണ്ടുപേരെയും ഞാൻ എൻ്റെ പുറത്ത് കയറ്റി നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഹെർക്കുലീസ് പറഞ്ഞു ഓക്കെ. ഡയനൈറയ്ക്കും കുതിരപ്പുറത്ത് കയറാൻ ഒരാഗ്രഹം. എന്നാൽ ഹെർക്കുലീസ് അങ്ങോട്ട് മാറിയ തക്കത്തിന് ഈ ഒരു സെൻറ്റോർ ഡയനൈറയെ തട്ടിക്കൊണ്ട് പോയിട്ട് അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഹെർക്കുലീസ് ദൂരെ നിന്ന് തൻ്റെ വിഷം പുരട്ടി അസ്ത്രം അയച്ചു. ഈ അസ്ത്രം സെൻറ്റോറിൻ്റെ ദേഹത്ത് തുളച്ച് കയറി സെൻറ്റോർ ഇങ്ങനെ പെടഞ്ഞു തുടങ്ങി. ആ സമയത്ത് ഹെർക്കുലീസ് വരുന്നതിന് മുമ്പ് ഡയനൈറ എടുത്ത് പറഞ്ഞു, ഡയനൈറ എന്നോട് ക്ഷമിക്കണം, മരണത്തിൻ്റെ ഈ അവസാനത്തെ നിമിഷം ഞാൻ ചെയ്ത തെറ്റിൻ്റെ തീവ്രത മനസ്സിലാക്കിയാണ്. എൻ്റെ ഈ ഒഴുകി വരുന്ന രക്തമുണ്ടല്ലോ, സെൻറ്റോറുകളുടെ രക്തത്തിനൊരു പ്രത്യേകതയുണ്ട്, ഈ രക്തത്തിന് വശീകരണ ശക്തിയുണ്ട്, നീ ഒരു കാര്യം ചെയ്യ് എന്നും പറഞ്ഞിട്ട് സെൻറ്റോർ ഒരു പാത്രത്തിലോ എന്തോ ഈ രക്തം ശേഖരിച്ചിട്ട് ഡയനൈറയുടെ കൊടുത്തു. ഡയനൈറയുടെ കൊടുത്തിട്ട് പറഞ്ഞു, ഡയനൈറ എന്നെങ്കിലും ഹെർക്കുലീസിൻ്റെ ജീവിതത്തിൽ മറ്റ് സ്ത്രീകൾ വരുമ്പോൾ നിൻ്റെ അടുത്തുള്ള ഇഷ്ടം കുറഞ്ഞിട്ട് അവരോട് ഇഷ്ടം കൂടുന്നതായി നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഹെർക്കുലീസിൻ്റെ ദേഹത്ത് നീ പുരട്ടി കൊടുക്കണം. അല്ലേ വേണ്ട, ഹെർക്കുലീസിൻ്റെ വസ്ത്രത്തിൽ തേച്ചിട്ട് കൊടുത്താൽ മതി. അവൻ എൻ്റെ രക്തം പുരട്ടിയ വസ്ത്രം എടുത്ത് ധരിക്കുമ്പോൾ തന്നെ നിന്നോടുള്ള പ്രണയം അവന് കൂടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഡയനൈറ ഇത് കേട്ടപ്പോൾ കൊള്ളാമല്ലോ, നല്ല പരിപാടിയാണല്ലോ എന്നും പറഞ്ഞ് ഈ സംഭവം മേടിച്ച് വെച്ചു. പക്ഷേ ഡയനൈറ അന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല താനാ ചെയ്തത് തൻ്റെ ഭർത്താവായ ഹെർക്കുലീസിൻ്റെ മരണത്തിൻ്റെ തുടക്കമായിരുന്നുവെന്ന്. കാരണം ഈ സെൻറ്റോറുകളുടെ രക്തത്തിൽ, ഈ സെൻറ്റോറിൻ്റെ രക്തത്തിൽ ഹെർക്കുലീസ് അയച്ച അസ്ത്രം കൊണ്ടല്ലോ, ആ അസ്ത്രത്തിൽ അതിതീവ്രമായിട്ടുള്ള ഹൈഡ്രയുടെ വിഷം ഉണ്ടായിരുന്നു. ആ വിഷവും സെൻറ്റോറിൻ്റെ രക്തവും കൂടെ ചേർന്നിട്ട് നല്ലൊരു വിഷമായിരുന്നു. ആ വിഷമാണ് സത്യം പറഞ്ഞാൽ വശീകരണത്തിനായിട്ടുള്ള തൈലമെന്നും പറഞ്ഞ് ഈ പാവപ്പെട്ടവളുടെ കയ്യിൽ കൊടുത്തത്. അപ്പോൾ അതുമായിട്ട് പോയി. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. ഹെർക്കുലീസ് ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ്. പക്ഷേ ഒരു യോദ്ധാവല്ലേ, വീട്ടിലിങ്ങനെ ഇരുന്നിരുന്നിരുന്നിരുന്ന് ഹെർക്കുലീസിന് ഭയങ്കരമായിട്ട് ബോറടിച്ചു. എന്തെങ്കിലും ഒരു ആക്ഷൻ വേണം ഹെർക്കുലീസിന്, ഒരു യുദ്ധത്തിന് പോകണം, അല്ലെങ്കിൽ ആയുധം എടുത്ത് പണ്ടത്തെ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് തോന്നിയിട്ട് ഹെർക്കുലീസ് അടുത്തുള്ളൊരു രാജ്യത്തിൽ പോയി യൂറിത്തസ് രാജാവിൻ്റെ അടുത്ത് തന്നു. ആ രാജാവ് ഹെർക്കുലീസിനെ അസ്ത്രവിദ്യ പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെ യൂറിത്തസ് രാജാവിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും ആ രാജാവിന് മാത്രമല്ല രാജാവിൻ്റെ മകൾക്കും ഹെർക്കുലീസിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർക്കിടയിൽ ഒരു ചെറിയ പ്രണയബന്ധം ഉണ്ടാവുകയാണ്. ഹെർക്കുലീസിനിടയിലും ഈ ഒരു അയലൈ എന്ന് പറയുന്ന യൂറിത്തസ് രാജാവിൻ്റെ മകളുമായിട്ട് ഒരു പ്രണയബന്ധം. അതേ സമയത്ത് തന്നെ യൂറിത്തസ് രാജാവ് അവിടെ ഒരു കോണ്ടെക്സ്റ്റ് വെച്ചു, ഒരു ധനുർവിദ്യയുടെ കോണ്ടെക്സ്റ്റ്. അതായത് അമ്പെയ്ത്ത് മത്സരത്തിൽ, സത്യം പറഞ്ഞാൽ സ്വയംവരമായിരുന്നു, അമ്പെയ്ത്ത് മത്സരത്തിൽ ടോപ്പാവുന്ന ഒരു യോദ്ധാവിന് യൂറിത്തസ് രാജാവ് സുന്ദരിയായിട്ടുള്ള തൻ്റെ മകൾ അയോളൈനെ കെട്ടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഹെർക്കുലീസ് ആ ഒരു സ്വയംവരത്തിൽ പങ്കെടുത്തു. ഹെർക്കുലീസ് തന്നെ ആ ഒരു അസ്ത്രവിദ്യയിൽ ജയിക്കുകയും ചെയ്യുന്നു. ഹെർക്കുലീസ് അയലൈനെ നോക്കിച്ചിരിക്കുന്നു, അയലൈ ഹെർക്കുലീസിനെ നോക്കിച്ചിരിക്കുന്നു. പക്ഷേ യൂറിത്തസ് രാജാവിന് മകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ വയ്യ. കാരണം ഹെർക്കുലീസ് തൻ്റെ ആദ്യത്തെ ഭാര്യയെ കൊന്ന ആളാണെന്നും പറഞ്ഞ് കല്യാണം കഴിച്ചു തരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ദേഷ്യം വന്നു ഹെർക്കുലീസിന്.
കാലാകാലങ്ങളായിട്ട് ഹെർക്കുലീസ് അടക്കി വെച്ചിരുന്ന ദേഷ്യം ഭയങ്കരമായിട്ട് ഹെർക്കുലീസിന് വന്നു. ഹെർക്കുലീസ് അവിടെ രാജാവുമായിട്ട് പോരടിച്ചു, വന്ന ആളുകളെ എല്ലാം എടുത്തിട്ടിടിച്ചു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ചില സ്ത്രീകളെയും അയലൈനെയും കൊണ്ട് ഹെർക്കുലീസ് തൻ്റെ നാട്ടിലോട്ട് പോയി. ഡയനൈറയ്ക്ക് ഇത് കണ്ടിട്ട് വിഷമമായില്ല, സന്തോഷമായി. കാരണം അടിമകളായിട്ടായിരിക്കും സ്ത്രീകളെ കൊണ്ടുവരുന്നതെന്ന് ഡയനൈറ വിശ്വസിച്ചു. പക്ഷേ ഡയനൈറ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്, ഹെർക്കുലീസും അയലയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് അതിലെന്തോ ഒരു കെമിസ്ട്രി ഉള്ളതായിട്ട് ഡയനൈറയ്ക്ക് മനസ്സിലായി. അങ്ങനെ ഡയനൈറ മനസ്സിലാക്കിയാണ് ഹെർക്കുലീസ് പുള്ളിക്കാരിയെ കല്യാണം കഴിച്ചുകൊണ്ടാണ് വരുന്നതെന്ന്. അങ്ങനെ ഹെർക്കുലീസിൻ്റെ സ്നേഹം നഷ്ടപ്പെടരുതല്ലോ, അതുകൊണ്ട് ഹെർക്കുലീസിന് പുതുതായിട്ട് ഒരാൾ ഗിഫ്റ്റ് ചെയ്ത കോട്ടിൽ ഡയനൈറ ഒരു മര്യാദയില്ലാതെ ഈ സെൻറ്റോറ് കൊടുത്ത ഈ രക്തം അങ്ങോട്ട് എടുത്തിട്ട് പൂശിയിട്ട് മടക്കി ഹെർക്കുലീസിനെ അവിടെ ഗിഫ്റ്റായിട്ട് വെച്ചിരുന്നു. ഹെർക്കുലീസ് ഇതെടുത്തിങ്ങനെ ആവണിപ്പൊന്നു ഞാൻ എല്ലാ പാട്ടും പാടി എടുത്തിട്ടു. പക്ഷേ എടുത്തിട്ട നിമിഷം മുതൽ പാവം വേദന സഹിക്കാൻ വയ്യാതെ അവിടെ നിന്ന് അലറി വിളിച്ചു എന്നാണ് പറഞ്ഞത്. അലറി വിളിച്ച ആ അലർച്ചയിൽ അടുത്തുള്ള ആളുകൾ പോലും വന്നപ്പോൾ അവർ കാണുന്ന കാഴ്ച ഹെർക്കുലീസ് ആ കോട്ടൂരി കളഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ദേഹത്തുനിന്ന് തൊലിയും മാംസമുളകി പോയെന്നാണ് പറയുന്നത്. അങ്ങനെ മുറിവ് ഇങ്ങനെ, കാരണം സാധാരണ ആളുകളെ പോലെയല്ല, ഹെർക്കുലീസ് സ്യൂസ് ദേവൻ്റെ മകനും കൂടെ ആയതുകൊണ്ട് വിഷത്തിനൊക്കെ കുറേ സമയം എടുക്കും ദേഹത്ത് എഫക്റ്റ് ആവാൻ. അതുകൊണ്ട് ആ വിഷം ഇങ്ങനെ ഹെർക്കുലീസിൻ്റെ സ്കിന്നിൽ കൂടെ ഇങ്ങനെ കയറി പോകുന്നു, മാംസം ഇങ്ങനെ ദേഹത്ത് നിർത്ത് വീഴുന്നു. അപ്പോൾ ഹെർക്കുലീസിന് മനസ്സിലായി മരണം എത്തി, അപ്പോൾ എത്രയും പെട്ടെന്ന് അങ്ങ് തീർന്നു കൊടുക്കുന്നതാണ് നല്ലതെന്ന് മനസ്സിലായ ഹെർക്കുലീസ് ഓടി നടന്ന് അവിടെ ഉണ്ടായിരുന്ന മരങ്ങൾ അത്രയും പിഴുതെടുത്ത് അവിടെ ഒരു ചിതയൊരുക്കി. അങ്ങനെ ഈ ഒരു ചിതയൊരുക്കിയതിന് ശേഷം ഹെർക്കുലീസ് ആ ചിതയിൽ കയറി കിടന്നതിന് ശേഷം ആരടുത്തെങ്കിലും ഹെർക്കുലീസ് അപേക്ഷിച്ചു, ആരെങ്കിലും ഒന്ന് ഈ ചിതയ്ക്ക് തീ കൊളുത്തു. അപ്പോൾ ആരും ചെയ്യുന്നില്ല. ഡയനൈറ കരഞ്ഞ് നിലവിളി, അയളയാണെങ്കിൽ കിടന്ന് നിലവിളി, മക്കളും കിടന്ന് നിലവിളി, ആർക്കും വയ്യ. അങ്ങനെ ഹെർക്കുലീസിൻ്റെ ഒരു സുഹൃത്ത്, ഒരു ചെറിയ പയ്യൻ, ഹെർക്കുലീസിനെ ഭയങ്കര ബഹുമാനമാണ് ആ പയ്യന്. പാവം വന്നിട്ട് പറഞ്ഞ് അങ്ങയുടെ ആഗ്രഹം അതാണെങ്കിൽ ഞാൻ ചിതയ്ക്ക് തീ കൊളുത്താന്ന് പറഞ്ഞു. അങ്ങനെ ഹെർക്കുലീസ് എന്ത് ചെയ്തെന്നറിയോ, ഹെർക്കുലീസിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള അമ്പുകളും വില്ലും എടുത്തിട്ട് ഈ ഒരു പയ്യന് ഗിഫ്റ്റ് കൊടുത്തു. ഈ അമ്പും വില്ലുമാണ് പിന്നീട് ട്രോജൻ വാർ ഉണ്ടല്ലോ, ആ കഥയിൽ വളരെ പ്രാധാന്യം വഹിക്കുന്ന ദ ബോ ആൻഡ് ആരോസ് ഓഫ് ഹെർക്കുലീസ്. അത് ഈ അമ്പും വില്ലുമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അമ്പും വില്ലും എടുത്തിട്ട് കൊടുത്തു നമ്മുടെ ഇയാളുടെ കയ്യിൽ, ഈ ഒരു പയ്യൻ്റെ കയ്യിൽ. ഇവൻ ഹെർക്കുലീസിൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തി. സാധാരണ ആളുകൾ തീ കത്തുമ്പോൾ ബഹളം വയ്ക്കുമെങ്കിൽ ഹെർക്കുലീസ് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ആകാശത്ത് നോയിക്കൊണ്ട് കിടന്നു. കാരണം ഹെർക്കുലീസ് മനസ്സിലാക്കുകയാണ് താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു കാര്യം ഹെർക്കുലീസിന് ഇപ്പോൾ കിട്ടാൻ പോവുകയാണ്, സമാധാനം. ജീവിതത്തിലുടനീളം ഹെർക്കുലീസ് പണമോ പ്രതാപമോ ഒന്നുമല്ല, സമാധാനം മാത്രമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ. ആ സമാധാനത്തിലേക്കാണ് ഹെർക്കുലീസ് പോകുന്നതെന്ന് ആലോചിച്ച് ഹെർക്കുലീസ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ആ ചിതയിൽ കിടന്നു. പെട്ടെന്ന് അവിടെ രാത്രി കാർമേഘങ്ങൾ മൂടിയെന്നാണ് പറഞ്ഞത്. അതിലൊരു കാർമേഘത്തിന് വ്യത്യസ്തമായ നിറത്തിൽ ഇടിമിന്നലുകളുണ്ടായിരുന്നു. ആ കാർമേഘത്തിന് മുകളിൽ നിന്നുകൊണ്ട് അല്പം പ്രായമുള്ള ഒരാൾ ഹെർക്കുലീസിനെ ഇങ്ങനെ നോക്കി. അത് വേറെ ആരുമല്ല, സിയൂസ് ആയിരുന്നു. സിയൂസ് തൻ്റെ മകൻ്റെ ആത്മാവിനെ ആ ശരീരത്തിൽ നിന്ന് മോചിപ്പിച്ച് എടുത്തു. അച്ഛനും മകനും തമ്മിൽ കെട്ടിപ്പിടിച്ചതിന് ശേഷം സിയൂസ് ഹെർക്കുലീസിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അഭിമാനത്തോടു കൂടി ഒളിമ്പസിലോട്ട് കയറിപ്പോയി. ഹെർക്കുലീസിനെ ഒളിമ്പസിലെത്തിച്ചു, സ്വർഗമല്ല ഒളിമ്പസിലെത്തിച്ചു. ഒളിമ്പസിലെത്തിച്ചതിന് ശേഷം ഹെർക്കുലീസിന് ദൈവത്തിൻ്റെ സ്റ്റാറ്റസ് കൊടുത്തു. ഇമ്മോർട്ടലാക്കിയിട്ട് ദൈവപദവി ഹെർക്കുലീസിന് കൊടുത്തു. ഈ ഒരു ദൈവപദവി ഹെർക്കുലീസിന് കിട്ടിയതോടുകൂടി ഹെറയുണ്ടല്ലോ, ഹെറയ്ക്ക് ഹെർക്കുലീസിൻ്റെ അടുത്തുള്ള ദേഷ്യം ഒന്നും പോയി. ഹെർക്കുലീസിൻ്റെ അടുത്തുള്ള ദേഷ്യം പോകാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, കാരണം ഇവൻ മനുഷ്യനായിരുന്നപ്പോൾ ഇവനെ ഭയങ്കര പാടായിരുന്നു, ഇനി ദൈവവും കൂടെ ആയ സ്ഥിതിക്ക് ഇവനെ ഉപദ്രവിക്കാൻ ചെന്നാൽ നല്ല ഇടി കിട്ടുമെന്നറിയാം ഹെറയ്ക്ക്. അതുകൊണ്ട് ഹെറ ഇടി മേടിച്ച് ഹെർക്കുലീസിൻ്റെ അടുത്തുള്ള ദേഷ്യമൊക്കെ മറന്ന് ഹെർക്കുലീസിനെ മകനായി സ്വീകരിച്ചു. മകനായി സ്വീകരിച്ചതിന് ശേഷം ഹെർക്കുലീസിന് ഹിബി എന്ന് പറയുന്ന ഒരു ദേവതയെ കല്യാണം കഴിച്ചു കൊടുത്തു. ആൻഡ് സമാധാനത്തോടു കൂടി ഹെർക്കുലീസ് പിന്നീട് ഒളിമ്പസിൽ ജീവിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഹെർക്കുലീസിൻ്റെ സംഭവബഹുലമായിട്ടുള്ള കഥ. ഹെർക്കുലീസിൻ്റെ കഥകളിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത് ഈ 12 ലേബറുകളൊക്കെ ആണെങ്കിൽ പോലും പല വെർഷനിൽ ഹെർക്കുലീസിൻ്റെ കഥകൾ ആളുകൾ സിനിമയാക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഹെർക്കുലീസിൻ്റെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ഇമ്പാക്റ്റ് ഒരു സിനിമകൾക്കും അങ്ങ് അത്രയ്ക്കങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ആ ഒരു ലെവലിലെത്തിയ ഒരു സാധനമുണ്ട്. പക്ഷേ അത് ഹെർക്കുലീസ് അല്ല അതിലെ നടൻ. പക്ഷേ ആ നടൻ്റെ കഥ ഹെർക്കുലീസിനെ ബേസ് ചെയ്താണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഗെയിമിംഗ് വേൾഡിലുള്ള ആളുകൾക്കും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളുകൾക്കും ഗെയിം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കഥകളൊക്കെ കേൾക്കാൻ താല്പര്യമുള്ള ആളുകൾക്കും ഗ്രീക്ക് മിത്തോളജി ഇഷ്ടമായിട്ടുള്ള ആളുകൾക്കും എല്ലാം ഈ ഒരു കഥാപാത്രത്തെ അറിയുമായിരിക്കും. ക്രേറ്റോസ്. ഗോഡ് ഓഫ് വാർ എന്ന് പറയുന്ന ഗെയിമിംഗ് ഫ്രാഞ്ചൈസ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് ഫ്രാഞ്ചൈസാണ്. ഇപ്പോൾ ഗെയിം ഓഫ് ദ ഇയർ ആയിട്ട് പലതവണ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ഫ്രാഞ്ചൈസാണ്. ഈ ഫ്രാഞ്ചൈസിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള ക്രാറ്റോസ്. ഈ ക്രാറ്റോസിനെ ഇപ്പം മിക്ക ആളുകളും
ഗ്രീക്ക് മിത്തോളജി അറിയാവുന്ന ആളുകളും ഈ ഗെയിം അറിയാവുന്ന ആളുകളും വിചാരിച്ച് വെച്ചേക്കുന്നതെന്ന് പറയുന്നത് ക്രേറ്റോസ് എന്ന് പറയുന്നത് റിയൽ ലൈഫിൽ ഗ്രീക്ക് മിത്തോളജിയിലുള്ള ഒരാളെന്നാണ്. പക്ഷേ അത് പകുതി സത്യമാണ് കേട്ടോ. യഥാർത്ഥത്തിൽ ക്രേറ്റോസ് ഉണ്ട്, പക്ഷേ ആ ഒരു ക്രേറ്റോസ് വന്നിട്ട് ഈ കഥയിൽ കാണിക്കുന്ന ഒരു ജീവിതമേ അല്ല. ഈ ഗോഡ് ഓഫ് വാർ എന്നും പറഞ്ഞാൽ ഗെയിമിൽ കാണിച്ചേക്കുന്ന ക്രേറ്റോസിൻ്റെ കഥ സത്യം പറഞ്ഞാൽ ഹെർക്കുലീസിൻ്റെ കഥയാണ്. വേണമെങ്കിൽ ഒരുപാട് പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ക്യാരക്ടർ അനാലിസിസ് ക്രേറ്റോസിന് വേണ്ടി ചെയ്യാം. കാരണം നല്ല കഥയാണ്, നല്ല അടിപൊളി കഥയാണ്. കഥകളുടെ കാര്യം പറഞ്ഞപ്പോൾ നേരത്തെ നമ്മൾ ചില കഥകളൊക്കെ ചെയ്തായിരുന്നല്ലോ, കഥകൾ പറഞ്ഞായിരുന്നു, കഥാപാത്രങ്ങളെക്കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൽ ചിലവർ വന്നിട്ട് കമൻറ്റിൽ ചോദിച്ചായിരുന്നു, ഈ കഥകൾ പറഞ്ഞിട്ട് എന്ത് യൂസാണ് ഉള്ളത്? ആ സമയത്ത് യൂസ്ഫുൾ ആയിട്ടുള്ള വല്ലതും പറഞ്ഞുകൂടെ, യൂസ്ഫുൾ ആയിട്ടുള്ളത് വല്ലതും ചെയ്തുകൂടെ? കഥകൾ കേൾക്കുന്നതും കഥാപാത്രങ്ങളെക്കുറിച്ച് കേൾക്കുന്നതും അവരുടെ കഥകൾ കേൾക്കുന്നതും ഒക്കെ യൂസ്ഫുള്ളാണ്. കാരണം ഇവയെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മറ്റുള്ള മനുഷ്യരാണ്. അവരുടെ കാഴ്ചപ്പാടുകളും അവരുടെ ചിന്തകളും വെച്ചിട്ടാണ് അവർ ക്രാഫ്റ്റ് ചെയ്തേക്കുന്നത്. കഥാരൂപത്തിൽ ഒരുപക്ഷെ ഒരുപാട് നോളജ് ഒളിഞ്ഞിരിപ്പുണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ പറയാൻ പറ്റിയ നല്ലൊരു ഡയലോഗുണ്ട്. ഡെഡ് പോയറ്റ്സ് സൊസൈറ്റി എന്നും പറഞ്ഞൊരു സിനിമയുണ്ട്. നല്ല സിനിമയാണ്, കണ്ടിട്ടില്ലാത്തവരൊന്നും പോയി കണ്ടുവെക്കുക. ഡെഡ് പോയറ്റ്സ് സൊസൈറ്റി. ആ സിനിമയിൽ ഒരു അധ്യാപകൻ തൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്ന കണക്കുള്ളൊരു സീനാണ്. എന്തിന് നമ്മൾ ലിറ്ററേച്ചർ വായിക്കണം, എന്തിന് നമ്മൾ കഥകൾ വായിക്കണം? ബിക്കോസ് നമ്മൾ മനുഷ്യരായതുകൊണ്ടാണ് നമ്മൾ കഥകളും ലിറ്ററേച്ചറും ഒക്കെ വായിക്കേണ്ടത്. കാരണം ഹ്യൂമൻസ് ആർ ഫുൾ ഓഫ് പാഷൻ. മനുഷ്യർ ഫുൾ ഓഫ് പാഷനാണ്. ഈ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആ സിനിമയിൽ തന്നെയുള്ള മറ്റൊരു ഡയലോഗുണ്ട്, ഈ സെയിം സീനിൽ തന്നെ. അതായത് മെഡിസിൻ, ഫൈനാൻസ്, എൻജിനീയറിങ്, ഇതെല്ലാം നോബിൾ പ്രൊഫഷൻസ് തന്നെയാണ്. നമ്മുടെ സൊസൈറ്റിയുടെ എക്സിസ്റ്റൻസിന് വേണ്ടി അത്യാവശ്യമായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഫഷൻ തന്നെയാണ്. അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് പോയട്രി, റൊമാൻസ്, ലിറ്ററേച്ചർ, കോമഡി. കാരണം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മനുഷ്യർ ജീവിക്കുന്നത്. ദിസ് ഈസ് വാട്ട് വർത്ത് ലിവിങ് ഫോർ. നമ്മുടെ ലൈഫിനെ ഹാപ്പി ആക്കുന്നതും ഓരോ മനുഷ്യൻ്റെ ചിന്തകളെ വേറൊരു നല്ല ഡയറക്ഷനിലോട്ട് കൊണ്ടുപോകുന്നതിനുമെല്ലാം ഫിക്ഷനും ലിറ്ററേച്ചറിനുമൊക്കെ ഒരുപാട് പങ്കുകളുണ്ട്. ഇതിനൊക്കെ മനുഷ്യരിൽ നല്ല ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഥാരൂപത്തിലിരിക്കുന്നതിൽ നിന്ന് പല ഇൻസ്പിറേഷൻസും നമുക്ക് കിട്ടും, പല നല്ല ചിന്തകളും നമുക്ക് കിട്ടും. അത് വളരെ നല്ലൊരു കാര്യമാണ്, ഒന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ വീണ്ടും പറയുന്നു, ഹെർക്കുലീസിൻ്റെ 12 ലേബറുകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് 2-3 എപ്പിസോഡായിട്ട് നമ്മുടെ വോയിസ് ഓൺലി ചാനലിൽ ഇട്ടിട്ടുണ്ട്. ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ